മമ്മി മാമനാണോ? മമ്മി മാമൻ നിന്റെ തന്ത. അങ്ങനെ പന്നി അല്ല, ഈ പന്നിപ്പടക്കം വെയിൽ കൊണ്ട കയ്യിലിരുന്നെങ്ങാനും പൊട്ടുവോ? ഒരു കീറിയ പന്നിപ്പടക്കം ഒന്ന് വാ കീറി അലറി നാട്ടുകാരെ മുഴുവൻ അറിയിക്കാടാ പന്നി. അയ്യോ അയ്യോ, അങ്ങോട്ട് നോക്കി എടുത്തോ. അതെന്തോന്ന്? കാമറ പ്ലോട്ടോ. അപ്പൊ അതത് തന്നെ, ഇന്റർവ്യൂ. ഇന്റർവ്യൂ ചെയ്യാൻ പത്രക്കാർ വരുമെന്ന് മാമൻ ഇന്നലെ പറയുന്നത് കേട്ടു. എന്റെ ഭഗവതി, ഈ മുതുകുരങ്ങ് എന്തിനുള്ള പുറപ്പാടാണ്? ഇന്ന് രണ്ടിലൊന്നും അറിയണം. സ്വയം കല്ലറ തീർത്ത മരണത്തെ കാത്തിരിക്കുന്നതിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഓരോ മനുഷ്യനും 6 അടി മണ്ണ് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ എന്ന് പ്രചരിപ്പിക്കലാണ് എന്റെ ഉദ്ദേശം. സാറിന്റെ ഇരട്ടപ്പേര് മമ്മി മാമൻ എന്നാണല്ലോ. ഈജിപ്തിലെ ശവങ്ങളുമായിട്ടാണല്ലോ നാട്ടുകാർ സാറിനെ താരതമ്യം ചെയ്യുന്നത്. ആരെങ്കിലും മമ്മി മാമൻ എന്ന് വിളിച്ചാൽ സാർ എന്ത് ചെയ്യും? അങ്ങനെ വിളിക്കുന്നവർക്ക് 4 കൂട്ടി ഒരു സദ്യ കൊടുക്കും, കൂടെ ഒരു ഷേക്കൻഡും. ഒരു സാറ് സാറേ സാറേ സാമ്പാർ. വേഗമല്ല കെട്ടിപ്പറക്കി സ്ഥലം വിട്ടോ. ഞങ്ങൾ പത്രക്കാരാ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി മേലാൽ ഇവിടെ കാര്യം കണ്ട നിന്റെയൊക്കെ ചരമ വാർത്ത ആദ്യം പത്രത്തിൽ കൊടുക്കുന്നത് ഞാനായിരിക്കും. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. അതും പോരാഞ്ഞിട്ടാ ഇനി പത്രത്തിൽ കുഴിയും കുത്തിയിരിക്കുന്ന ഫോട്ടോ. അപ്പൊ എല്ലാം തികഞ്ഞു. എടാ, പ്രസിഡന്റ് ആയിട്ട് വർഷം 16 ആയല്ലോ. ഇന്ന് വരെ നിന്റെ ഒരു ഫോട്ടോ എങ്കിലും പത്രത്തിൽ വന്നിട്ടുണ്ടോ? എടാ, എന്റെ ഫോട്ടോ പത്രത്തിൽ വരുമ്പോ നിനക്കെന്താ എത്ര അസൂയ? തന്റെ ഫോട്ടോ പത്രത്തിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അത് ചരമകോളത്തിലാവണമെന്ന് മാത്രം. അല്ലാതെങ്ങനും വന്ന് അന്ന് തന്നെ ഈ പണിക്ക് പുറത്തായിരിക്കും. അതിന് വിളിക്കും. ഈ വീടും പറമ്പും എന്റെ അടിയന്തരത്തിലുള്ള കാശും നിന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ ആൺമക്കൾ മേലോട്ട് പോയത്. അത് മറക്കണ്ട. അടിയന്തരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത്. ഇതേതാടാ മാസം? ഫെബ്രുവരി. അടുത്തത് മാർച്ച് ഏപ്രിലുവാ. ബഡ്ജറ്റുകളുടെ മാസമാണ്. സാധനങ്ങളുടെ വില കുത്തനെ ഉയരും. പിന്നെ അടിയന്തരം ഗംഭീരമായിട്ട് നടത്തണമെങ്കിൽ അടുത്ത ബഡ്ജറ്റിന് മുമ്പ് ചത്തോ. ആട്ടിത്തിരി ഒച്ചത്തിലായിരുന്നെങ്കിൽ പന്നിപ്പടക്കം കയ്യിലിരുന്ന് പൊട്ടിയാല്. വേണ്ടതിനും പറയാടാ. എന്താ ഇത്? ഒച്ച വയ്ക്കല്ലേ. ഇതാ നോക്ക, ഇത് പടക്കം പോലുണ്ടല്ലോ. കണ്ട പടക്കം പോലിരിക്കും. ഇതെന്താന്നറിയോ? മുതല് ലോകത്തെ ഏറ്റവും വില കൂടിയ പലഹാരങ്ങളിൽ ഒന്നാണ്. ഇതോ? എന്താ തിന്നു നോക്കുന്നോ? വെറുതെ ചൈന സന്ദർശിക്കാൻ പോയ ഒരു മന്ത്രി കൊണ്ടുവന്ന ചൈനീസ് പലഹാരം തിന്നുന്നത് പാർട്ടി വിരുദ്ധമല്ലേ മനുഷ്യ? ചൈനയിലെ പാർട്ടിയോടെ ഉള്ളു ഞങ്ങൾക്ക് വിരോധം, പലഹാരത്തിനോട് വിരോധമില്ല. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്ത്? 3 ദിവസം ടിന്നിലടച്ച് ഭദ്രമായി സൂക്ഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ രുചി കിട്ടൂ. ആണോ? ആണ്. നീ ഇത് മറ്റാരോടും പറയണ്ട. ടിന്നിലടച്ച് ഭദ്രമായിട്ട് സൂക്ഷിക്കേ. 3 ദിവസം കഴിയുമ്പോ എന്നെ ഓർമ്മപ്പെടുത്തണേ. 100 കൂട്ടം കാര്യങ്ങളാ തലയില്. ഈ പലഹാരത്തേലുള്ള ആദ്യത്തെ കടി എന്റെ മരുമകനുള്ള ചെക്കിട്ടത്തടിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് സൂചിച്ച് നീ ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഇപ്പൊ നിന്റെ തന്തയുടെ മുഖം ശരിക്കും ഒരു മമ്മി പോലില്ലേ? ഈജിപ്തുകാര് കണ്ട ഇയാളെ ഇപ്പൊ തന്നെ പൊക്കിയെടുത്ത് പിരമിഡിനകത്താക്കും. ഇയാള് കുഴിച്ച കുഴി വെറുതെയാവും. നമുക്ക് ആ കുഴിയിലെ വാഴ വെക്കാം, അല്ലയോ? അതോ ചേമ്പ് വെക്കണോ? അതോ എനിക്ക് മിണ്ടണോ തന്നെ? എനിക്ക് ഇതേ ആശുപത്രിയിൽ, ഇതേ മുറിയിൽ, ഇതേ ബെഡിൽ ഈ അവസ്ഥയിൽ തന്നെ കിട്ടിയല്ലോ. ദൈവം എന്റെ കൂടെ ആടോ കളവാ. 12,785 രൂപ. ആഹാ, ജീവിതത്തിൽ ആദ്യമായിട്ട് സന്തോഷത്തോടെ പണം ചെലവാക്കുന്ന ദിവസമാണ് ഇന്ന്. അമ്മായിച്ചനെന്തോ അപകടം പറ്റി? എവിടെ? സമൂസയാണെന്ന് എഴുതി പന്നിപ്പടക്കുന്നു. ജീവന് വല്ലതും ഒന്നുകൂടെ തിന്നിരുന്നെങ്കിൽ കുഴികുത്തി കാത്തിരിക്കുന്ന അവസാനിപ്പിക്കാൻ വരുന്നു. വേസ്റ്റ് ആയി പോയി. അമ്മായിച്ചൻ പ്രസിഡന്റിന്റെ ആണെങ്കിലും ഞാൻ കണ്ടിട്ട് വരട്ടെ. ശരി ശരി വെച്ച. നിന്റെ എഞ്ചിനീയറുടെ ഫോട്ടോ വെച്ച് കിട്ടിയോടാ? അതൊക്കെ അച്ഛനെ അറിയൂ. അതെന്താ മോളെ നിനക്കൊരു വേണ്ടായിക അഭിനയിക്കണോ? അതോ നിന്റെ പഴയ വൺവേ കാമുകൻ കുമാരനോട് എന്തെങ്കിലും പ്രീതി തോന്നി തുടങ്ങിയോ? കുമാരനോ? കാമുകനോ? ആ കോന്തനെ ഞാനൊരു പൂവാലിനായിട്ട് പോലും കരുതിയിട്ടില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അത്രയ്ക്ക് മോശമല്ലല്ലോ കുമാരൻ. ആവശ്യത്തിന് സൗന്ദര്യ, ആരോഗ്യം, ചങ്കൂറ്റൊക്കെ അയാൾക്കുമല്ലേ?
അതാണോ ആനഴക്? അമ്പടി കള്ളി, അങ്ങനെ പുറത്തേക്ക് വരട്ടെ. പിന്നെ എന്താണാവോ ആനഴക്? ഐ എം റിയലി സോറിഡാ. അങ്ങനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒറ്റൊരുത്തിനെയും ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പൊ നിന്റെ എഞ്ചിനീയറോ? ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ. ഇക്കണക്കിന് നിന്റെ ആണഴകിനെ കണ്ടുമുട്ടിയാ നീ കെട്ടുപൊട്ടിക്കൂടാ. അങ്ങനെ കണ്ടുമുട്ടില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ ഗീതുമോളെ? കുടീരങ്ങളെ സഖാക്കളെ മുന്നോട്ട് പറഞ്ഞ നാവെടുത്തില്ല. ദേ വരുന്നു നിന്റെ രമണൻ കുമാരൻ. സർവരാജ്യ തൊഴിലാളികളെ ഹലോ, ഈ വെയിറ്റ് എന്താണെന്ന് മനസ്സിലായി. നിന്റെ തന്ത ആള് മിടുക്കന. ഒരു PWD എഞ്ചിനീയർ അല്ലേ ചാക്കിലാക്കിയത്? നിക്ക. ഇവിടത്തെ റോഡുകൾ ടാറിംഗ് നടത്തി കക്ക വാരും പോലെ പണം വാരാമെന്ന് അങ്ങേരുടെ മനസ്സിലിരിപ്പ്. ഈ കുമാരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടപ്പില്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? പറയാം. കല്യാണം നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നീ എന്നെ കല്യാണം കഴിച്ചാൽ നിന്റെ അച്ഛന്റെ എല്ലാ മോഹങ്ങളും നടക്കും. എന്റെയും. എന്റെ പട്ടി വരും. പട്ടി വന്നോട്ടെ, ആനന്ദ. പൊക്കോ പൊക്കോ. പക്ഷെ ഒന്നോർത്തോ, നിന്നെയും നിന്റെ തന്തപ്പടിയും കയ്പുനീര് കുടിപ്പിക്കാതെ ഈ കുമാരൻ അടങ്ങില്ല. മോനെ മരുമോനെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയചന്ദ്ര, നമുക്ക് ഒരുമിച്ച് നിന്നൊരു കളി കളിക്കണം. ഒരു മാസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ, എന്റെ മോള് ഭാഗ്യവതിയ. അല്ലെങ്കിൽ നിന്നെപ്പോലൊരു കൈക്കൂലി പാവി അവക്ക് ഭർത്താവായിട്ട് കിട്ടുമോ? എന്തൊരു പേഴ്സണാലിറ്റി, എന്തൊരു കൈക്കൂലി. നിനക്ക് അയാളെ ഇഷ്ടമായില്ലേ? അത് പിന്നെ നിനക്ക് അയാളെ ഇഷ്ടപ്പെടില്ലെന്നാ ഞാൻ കരുതിയത്. അത് അച്ഛൻ നിശ്ചയം. നിശ്ചയം മണ്ണാകട്ട. ഇവന് ഇഷ്ടമില്ലെങ്കിൽ നീ എന്നോട് പറയണം. നിനക്ക് താല്പര്യമുള്ളവനെ കൊണ്ട് തന്നെ ഞാൻ കെട്ടിച്ചേക്കും. അതുമല്ലെങ്കിൽ ഞാനൊക്കെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ നീയൊക്കെ ഒളിച്ചോടിക്കോ. നോക്കത്തില്ല. സ്വന്തം മോളുടെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് നൊന്തുവല്ലേ? 9ാം ക്ലാസ്സിൽ 3ാം വട്ടം പഠിച്ചിരുന്ന ഒന്നും അറിയാൻ പാടില്ലാത്ത എന്റെ മോളെ നീ തട്ടിക്കൊണ്ടു പോയപ്പോ ഈ മനസ്സ് എത്രമാത്രം വേദിച്ചെന്ന് നിനക്കറിയാമോ? അതിന്റെ ഒരു അംശമെങ്കിലും നീ അറിയാം. അങ്ങനെ അറിയിക്കാനാണ് ഭാവമെങ്കിൽ അതിന് വെച്ച് വെള്ളം വാങ്ങി വെച്ചത്. ഇവളെ പണിക്ക് വീട്ടിൽ ഗോപാലൻ നായരുടെ മകളാ. പാരമ്പര്യം പറഞ്ഞേക്ക് നടന്നോ? ഇവളെ വേലി ചാടിയവളാ. അവളുടെ മകള് ചൈനീസ് ചാടും. അപ്പോഴേ എനിക്ക് സമാധാനമാണ്. പോകാനോ ഇറങ്ങിപ്പോകാനോ? എടാ, ഈ വീടും പറമ്പ് എനിക്ക് കൂടി അവകാശപ്പെട്ടു. എന്നാൽ ഈ പറമ്പ് മുഴുവൻ ശവക്കുഴി കുത്തി ഇതൊരു സെമിത്തേരി ആക്കിക്കോ. ഞാൻ ഇഷ്ടമുള്ളത് അത് ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താണ് യോഗ്യത? നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാടേ വീട്ടില്? ഈ മോളല്ലാതെ ചൊറിഞ്ഞത് കൊണ്ടൊന്നും കാര്യമായില്ല. മൂപ്പിക്കാൻ വന്നാലേ ആദ്യം പണിക്ക് പുറത്താകുന്നത് നീയായിരിക്കും. അവന്റെ ഒരു ചീഞ്ഞ കതറും 100ന്റെ നോട്ടും മനുഷ്യനെ പറ്റിക്കാൻ മന്ത്രിയായാലും ആദ്യം ചവിട്ടി താഴ്ത്തുന്ന ഇയാളായിരിക്കും. ചവിട്ടി താക്കാൻ നിങ്ങൾ ഒരു വാമന മനപ്പായസം കൊണ്ട് നടന്നോ? ബസ് ഇറക്കണ്ട. ഇറക്കുപടി. ഒരു ബസ് കണ്ടെത്താൻ ഞാൻ കുളിരിതങ്കപ്പനെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. കുളിരിതങ്കപ്പനോ? ആ ഷക്കീല പ്രാന്തനോ? നിങ്ങളുടെ തലയ്ക്ക് എന്താ ഓളാണോ മനുഷ്യ? ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ കക്ഷി. എന്താ കുഴപ്പം? സിനിമാ തിയേറ്റർ നടത്തി കുത്തുവാള എടുത്തപ്പോ ഞാനാ പറഞ്ഞത് കൊട്ടകയിൽ ഷക്കീല പടം തുടർച്ചയായിട്ട് കളിക്കാൻ. ഇന്നിപ്പോ അവന്റെ സ്ഥിതി എന്താ? ഒരു ബസ് കണ്ടെത്താനായില്ലെങ്കിൽ ഒരു ബസ് വാങ്ങി തരും ഉറപ്പാ. കിളവനും മലർപ്പൊടി. കിളവനും ഇവിടെ ഉണ്ടല്ലോ, നീ മലരിഞ്ഞ് കൊണ്ടുപോവാ, ഞാൻ പൊടിച്ചു തരാം. ഇത് മലര് പൊടിക്കാതെ വേറെ